ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആകെ വേണ്ടുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഇതുപോലെ പിഞ്ച് വെണ്ടയ്ക്ക എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടുന്ന ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചക്കറിയൊക്കെ ഞാനൊന്ന് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഇതുപോലെ ഇച്ചിരി വലിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്ക കട്ട് ചെയ്ത് സെയിം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ 2 സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. 2 ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. അതും ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുകും ഒരു പിഞ്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകവും കടുകും നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇട്ട് ഒരുപാട് ഇട്ട് വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണെങ്കിൽ ഉള്ളി അങ്ങ് കരിഞ്ഞു പോകാനും ഉരുളക്കിഴങ്ങ് അങ്ങ് വേകാതെ കിട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉള്ളി ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരുമിച്ചിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് അങ്ങനെ പൂർണ്ണമായിട്ടും വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കഷ്ണം എടുത്ത് നോക്കിയായിരുന്നു. അപ്പം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് പിന്നെ ചേർക്കുന്നത്. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടിയൊന്നും കരിയാതെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടി ഐറ്റംസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാവേ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു 2 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാല ഒന്ന് വിതറി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒരു 2 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷ് ഇവിടെ റെഡിയാണ്. വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഇത് നമുക്കൊരു മെഴുക്കുവരട്ടി എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും